ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മുടെ പൾസർ 220 ആണ്. ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ഇത് 2015 മോഡൽ പൾസറാണ്. ഏകദേശം 83,000 കിലോമീറ്ററാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ 83,000 കിലോമീറ്റർ ഓടിച്ച ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഞാനിതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്തിട്ടുണ്ട്. ഇത് FZയുടെ ഹാൻഡിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോമിനറിൻ്റെ ഹാൻഡിൽ ഹോൾഡറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വണ്ടി എടുക്കുമ്പോഴുള്ളൊരു ഫീല്. വണ്ടി നല്ല സ്മൂത്താണ്. ഏത് ട്രാഫിക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കുത്തി കയറ്റി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയൊരു വണ്ടിയാണ് 220. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് എഞ്ചിനാണ്. സ്മൂത്തായിട്ടുള്ള എഞ്ചിനാണ്. നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന എഞ്ചിനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 180 യൂസ് ചെയ്തായിരുന്നു. ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്റർ 180 ഓടിച്ച് സെയിൽ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് വണ്ടി എടുത്തു. FZ, അവഞ്ചർ, ഡിസ്കവർ, ഡിയോ, അതുപോലെ ഒരുപാട് വണ്ടികൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് വീണ്ടും 220 എടുത്തത്. അതെന്തുകൊണ്ടാണ് വീണ്ടും പൾസറിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ 180 യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൾസർ ഓടിച്ച ടൈമിലുണ്ടായിരുന്ന ആ ഒരു ഫീല് നമുക്ക് മറ്റുള്ള വണ്ടികൾ ഓടിച്ചിട്ട് കിട്ടിയിരുന്നില്ല. പൾസർ 220 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും സിറ്റി റൈഡിന് അതുപോലെ തന്നെ അത്യാവശ്യം ടൂറിംഗ് പർപ്പസിന് നമുക്ക് രണ്ടിനും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ സീറ്റിങ്ങും പൊസിഷനും പെർഫോമൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. വണ്ടി ത്രോട്ടിലിനോട് നല്ലപോലെ പ്രതികരിക്കുന്ന വണ്ടിയാണ്. കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി പറക്കും. അതുമാത്രമല്ല, ഏകദേശം ഒരു 50 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ട്. ഒരു 200cc വണ്ടിക്ക് ഒരു 45-50 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഈ പെർഫോമൻസും ഈ മൈലേജ് ഇത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതീക്ഷിച്ച ഒന്നും കിട്ടില്ല. മെയിനായിട്ട് എല്ലാവരും കംപ്ലയിൻറ്റ് പറയണത് ഈ കാര്യം തന്നെ. വണ്ടി എടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എഞ്ചിനിൽ നിന്ന് നോയ്സ് വരുന്നു, സൗണ്ട് വരുന്നു, പവർ ഡ്രോപ്പ് ആവുന്നു, മൈലേജ് ഡ്രോപ്പ് ആവുന്നു, ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എന്താണെന്ന് ആദ്യം അറിയുക. നമ്മൾ ഏത് വണ്ടി ഉപയോഗിച്ചാലും വണ്ടി എന്താണെന്ന് ആദ്യം അറിയണം. അപ്പോൾ ഈ പൾസറിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പ്രശ്നത്തിന് ഇതിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. അതായത് ഏകദേശം 1999 150cc സെഗ്മെൻറ്റിൽ ആദ്യ ബൈക്കായ CBZ ഹീറോ ഹോണ്ട ലോഞ്ച് ചെയ്യുന്നത്. അന്ന് നല്ല ലുക്കും നല്ല പെർഫോമൻസും നല്ല മൈലേജും തരുന്ന വണ്ടിയായിരുന്നു CBC ഇറങ്ങിയ ടൈമിന് അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലറായ വണ്ടിയായിരുന്നു അത്. CBC ഇത്ര പോപ്പുലർ ആവാൻ കാരണം തന്നെ അതിൻ്റെ എഞ്ചിനാണ്. അതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ജപ്പാനിൽ നിർമ്മിച്ച് ജപ്പാനിൽ തന്നെ അസംബിൾ ചെയ്ത് ഇറക്കിക്കൊണ്ടിരുന്ന എഞ്ചിനാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നല്ല പെർഫോമൻസും വണ്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 കൊല്ലത്തിന് ശേഷം ഏകദേശം 2001 പൾസർ 150 ലോഞ്ച് ചെയ്യുന്നത്. പൾസർ 150 ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ CBZൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു പോയി. അതിന് മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CBC ഓഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പവർ, അതിനേക്കാളും കൂടുതൽ മൈലേജ്, അതിനേക്കാളും കൂടുതൽ സ്റ്റൈല്, അതിനേക്കാളും കുറച്ച് പൈസ മാത്രം. അതായത് CBCനായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ ഏകദേശം 80% റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൾസറിന്. ഇപ്പോൾ ഇത്രയും പെർഫോമൻസും മൈലേജൊക്കെ കൊടുക്കാൻ കാരണം അതിൻ്റെ DTSI എഞ്ചിനാണ്. ആ DTSIയുടെ ടെക്നോളജി എന്താണെന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഡിസ്കവറിനെ പറ്റി പറയുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്രയൊക്കെ ക്വാളിറ്റിയും പെർഫോമൻസും CBZ ഓഫർ ചെയ്തിട്ട് പോലും അതിൻ്റെ എഞ്ചിനെ കടത്തി വെട്ടിയ എഞ്ചിനാണ് പൾസറിനുള്ളത്. അതിന് പൾസറിനെ സഹായിച്ചത് DTSI എഞ്ചിനാണെന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല, ബജാജിന് പൾസറിൻ്റെ ഈ പോപ്പുലാരിറ്റി വന്നപ്പോഴത്തേക്കും ബജാജിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഒരു പ്രധാന ഘടകമാണെന്നുള്ളത്. അതിൻ്റെ കോമ്പറ്റീറ്റർ സെഗ്മെൻറ്റിലുള്ള വണ്ടികളെക്കാൾ റേറ്റ് കുറവായിരിക്കുമ്പോഴും ബജാജിൻ്റെ വണ്ടി. ഇങ്ങനെ ബജാജിൻ്റെ വണ്ടി റേറ്റ് കുറക്കാൻ നേരത്ത് അവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ചില പാർട്സുകൾക്ക് ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മെയിനായിട്ടും എഞ്ചിൻ്റെ, ഇപ്പോൾ പൾസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എഞ്ചിൻ്റെ ചില കോമ്പോണ്ടൻസ്, ടൈമിംഗ് ചെയിൻ, ടെൻഷണർ, അതുപോലെ തന്നെ ക്ലച്ച് അസംബ്ലി, ക്ലച്ച് ലിവർ, ചെയിൻ സ്പോക്കറ്റ്, ടയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്യാവശ്യം ചീപ്പായിട്ടുള്ള പാർട്ടുകളാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസ് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിന് ഓയിൽ സർവീസ് ചെയ്യണം. കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ ഫിൽറ്റേഴ്സ് മാറണം. ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യമഹയുടെ ഹോണ്ടയുടെയൊക്കെ എയർ ഫിൽറ്റർ വരുന്നത് ഒരു മെഷ് ടൈപ്പ് എയർ ഫിൽറ്ററാണ്. അതിന് അത്യാവശ്യം റേറ്റാണ്. അത് ചോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാതെ വേറെ ഓപ്ഷനില്ല. പക്ഷേ ബജാജിൻ്റെ വരുമ്പോഴത്തേക്കും വളരെ 100 രൂപയിൽ താഴെ വരുന്ന എയർ ഫിൽറ്ററാണ്. ഒരു സ്പോഞ്ച് ടൈപ്പാണ് വരുന്നത്. അത് ചോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴുകി വെക്കാവുന്നതുമാണ്. കഴുകി നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്.
പക്ഷേ അങ്ങനെ റീയൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് പെട്ടെന്ന് ദ്രവിച്ച് പോകുന്ന ഒരു സാധനമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് എഞ്ചിനിൽ കംപ്ലയിൻറ്റ് ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോൾ വണ്ടി ഇതാണ് എന്നറിഞ്ഞാൽ അതനുസരിച്ച് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അടിപൊളി വണ്ടി വേറെ ഇല്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് ഹാൻഡിലാണ് കുറച്ചും കൂടി ഓടിക്കാൻ സുഖം. അതായത് ഈ സിറ്റി റൈഡിനൊക്കെ ഇതിൻ്റെ സ്റ്റോക്ക് ഹാൻഡിലാണ് നല്ലത്. നല്ല വൈബാണ് ഓടിക്കാനായിട്ട്. ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ കുത്തിക്കയറ്റി പോകാനായിട്ട് തന്നെ നല്ല സുഖമാണ്. വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എടുത്തുകൊണ്ടും പോകാം ഇതിൻ്റെ സ്റ്റോക്ക് ഹാൻഡിൽ. പക്ഷേ ഞാനത് മാറ്റിയിട്ട് ഹാൻഡിലൊന്ന് റേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം ടൂറിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു അത്യാവശ്യം അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഹാൻഡിൽ FZയുടെ ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ ഡോമിനറിൻ്റെ ഹാൻഡിൽ ബാർ റേസറുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടുന്ന് ഈ ഹാൻഡിൽ ഇവിടുന്ന് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ലോങ് ടൂറൊക്കെ പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി പൾസർ 220യുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2007 ആദ്യമായിട്ട് പൾസർ 220 ലോഞ്ച് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അന്ന് ലോഞ്ച് ചെയ്യുന്ന ടൈമിന് ഫ്യൂൽ ഇഞ്ചക്ഷനായിട്ടാണ് വണ്ടി ലോഞ്ച് ചെയ്തത്. പക്ഷേ ആ വണ്ടികൾക്ക് അത്യാവശ്യം കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നിർത്തിയതിന് ശേഷം കാർബറേറ്ററിലായി പിന്നെ വണ്ടി ഇറങ്ങുന്നത്. ഈ അടുത്ത് വരെ കാർബറേറ്ററിലാണ് ഇറങ്ങിയത്. BS6 വണ്ടി വന്നപ്പോഴാണ് പിന്നീട് അവർ ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് വീണ്ടും മാറിയത്. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 2015 മോഡൽ വണ്ടിയാണ്. അതായത് BS3 വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ 2016 BS4 വണ്ടി ഇറങ്ങുന്നത്. ഈ വണ്ടീനെ അപേക്ഷിച്ച് BS4 വണ്ടികൾക്ക് അത്യാവശ്യം കുറച്ചും കൂടി റിഫൈൻമെൻറ്റ് കൂടുതലാണ്. ഇത്തിരി കൂടി സ്മൂത്താണ്. റൈഡിങ് കുറച്ചും കൂടി കംഫർട്ടാണ്. സീറ്റ് കുറച്ചും കൂടി കുഷ്യനിങ് ഉള്ള സീറ്റാണ്. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ BS4 വണ്ടിക്ക് വരുമ്പോഴത്തേക്കും വരുന്നുണ്ട്. അപ്പോൾ BS3 വണ്ടിയും 4 വണ്ടിയും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സൈലൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ കളറാണ്. BS3 വണ്ടിയുടെ സൈലൻസർ സിൽവർ കളറാണ്. BS4ൻ്റെ സൈലൻസർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. മാത്രമല്ല ഇതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓറഞ്ച് കളറാണ്. BS4 വരുമ്പോഴത്തേക്കും അത് നീല കളറാവും. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ 220 ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും BS4 വണ്ടിയെ പറയുള്ളൂ. കാരണം ഇതിനേക്കാളും കുറച്ചും കൂടി സ്മൂത്തും ഇതിനേക്കാളും അത്യാവശ്യം റിഫൈൻമെൻറ്റൊക്കെ കൂടിയ വണ്ടിയാണ്. അത്യാവശ്യം ഓടിക്കാനും നല്ല കംഫർട്ടാണ്. ഇതുപോലുള്ള റൂട്ടുകളിലൊക്കെ അത്യാവശ്യം ഒരു 70-80 കിലോമീറ്ററിൽ ക്രൂസ് ചെയ്യാനായിട്ടൊക്കെ അത്യാവശ്യം നല്ല ഒരു വൈബാണ് വണ്ടി ഓടിക്കാനായിട്ട് തന്നെ. നമുക്കൊട്ടും മടുക്കില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 83,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ കംപ്ലൈൻറ്റ് ആകാൻ തുടങ്ങിയിട്ട് ഏകദേശം 80,000 കിലോമീറ്ററിലാണ് മീറ്റർ കംപ്ലൈൻ്റ് ആയത്. അതായത് 2015 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ 10 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ 10 കൊല്ലം ഏകദേശം 80,000 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് വണ്ടിയുടെ മീറ്റർ കംപ്ലൈൻ്റ് ആയത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 180 അപേക്ഷിച്ച് ഇതിൻ്റെ മീറ്ററിന് കുറച്ചും കൂടി ലൈഫ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു നിഗമനമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വിൻഷീൽഡ് കുറച്ചും കൂടി പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതായത് ഈ ഓൾമോസ്റ്റ് ഇതിനെ കവർ ചെയ്താണ് ഇരിക്കുന്നത്. മീറ്ററിനെ കവർ ചെയ്താണ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വെയിലടിക്കാനുള്ള സാധ്യത കുറവാണ്. വളരെ കുറച്ച് വെയിൽ മാത്രം, ചൂടും വെയിലൊക്കെ മാത്രമേ അടിക്കുകയുള്ളൂ. അപ്പോൾ 150 180 അല്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ പകുതിയുള്ളൂ ഇതിൻ്റെ വിൻഷീൽഡ്. അപ്പോൾ കുറച്ച് അധികം വെയിലടിക്കണം. അതുകൊണ്ട് തന്നെ ഒരു 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ ഫെയ്ഡ് ആവാൻ തുടങ്ങും. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതെൻ്റെ ആദ്യത്തെ 2-3 വീഡിയോസാണ് ഞാനിപ്പോൾ ഇടുന്നത് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അറിയാമല്ലോ, ആദ്യത്തെ വീഡിയോസ് ബൂസ്റ്റ് ആവുന്ന പോലെ ഇരിക്കും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും ചാനലിൻ്റെ റീച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ A to Z കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു വണ്ടി ഇത്രയും നാൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടും വലിയ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു കാര്യമാണ്. നമുക്കൊക്കെ വലിയ അത്ഭുതമാണ്. കാരണം ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയ വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് പുതിയ ജനറേഷൻസായി. രൂപകൽപ്പനയിൽ അതുപോലെ എഞ്ചിനിലൊക്കെ പല വലിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പൾസർ 220 മാത്രം പഴയതുപോലെ ഇപ്പോഴും. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പൾസർ ഇത്ര 220 പ്രധാനമായിട്ടും 220 ഇത്ര പോപ്പുലർ ആവാൻ കാരണം. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ഓൾറൗണ്ടർ വണ്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മെയിനായിട്ടുള്ള 5 കാര്യങ്ങളുണ്ടല്ലോ: ലുക്ക്, പെർഫോമൻസ്, മൈലേജ്, കംഫോർട്ട്, പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വന്നൊരു വണ്ടിയാണ് ഈ 220 എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള വണ്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററായ R15 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷേ കംഫോർട്ട്
തീരെയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 100% ഒരു സ്പോർട്സ് ബൈക്കാണ്. അത് ടൂറിംഗ് പർപ്പസിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി യൂണിക്കോണിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് ഉണ്ട്, നല്ല കംഫോർട്ട് ഉണ്ട്. പക്ഷേ പെർഫോമൻസും അതുപോലെ തന്നെ ലുക്കും അതിനനുസരിച്ച് കുറവാണ്. കുറച്ച് ക്ലാസിക് ലുക്കാണ്, ഒരു അഗ്രസീവ് ലുക്ക് ഇല്ല ഇതിൻ്റെ അത്. അപ്പോൾ പൾസർ, അവിടെയാണ് പൾസർ 220 എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ബൈക്കാണെന്ന് പറയാം. അതുകൊണ്ടായിരിക്കണം ഇത്രയും പോപ്പുലർ ആയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ തന്നെ. അതായത് ഇതൊരു സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു സ്പോർട്സ് ബൈക്ക് അല്ല ഇത്. ഇതിൻ്റെ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100cc സെഗ്മെൻറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് സീറ്റ് ഹൈറ്റ് കുറവാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക്, പ്രധാനമായിട്ടും മലയാളികൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കാറ് മേടിച്ച് വീട്ടിലിട്ടിട്ട് ബൈക്കിൽ നടക്കാമെന്നുള്ളത്. കാരണം പെട്രോളിൻ്റെ വിലയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് കൂടി ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു ബൈക്കാണിത്. ഒരു 200cc സെഗ്മെൻറ്റ് ബൈക്ക് ഫാമിലിയെ യൂസിന് പറ്റിയ ബൈക്ക് വേറെ മാർക്കറ്റിൽ കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അച്ഛനെ ബാക്കിലിരുത്തണം, അമ്മേനെ ബാക്കിലിരുത്തണം, അല്ലെങ്കിൽ വൈഫും കുട്ടികളായിട്ട് പോകണം. മറ്റ് സ്പോർട്സ് ബൈക്കുകളിൽ നമുക്ക് പോകാൻ പറ്റില്ല. R15ൻ്റെ മുകളിലിരുത്തിക്കൊണ്ടൊന്നും നമുക്ക് അത്ര സേഫായിട്ട് പോകാൻ പറ്റില്ല. അവിടെയാണ് ഈ പൾസറിൻ്റെ ഒരു ഡിസൈനിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടാങ്കും സീറ്റിനോട് തന്നെ വളരെ നാരോ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക്, ഒരു കൊച്ചിനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലിരുത്താം. ഇപ്പോൾ എൻ്റെ കുട്ടീനെയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്, ഇതിൻ്റെ മുകളിൽ. മറ്റുള്ള വണ്ടികൾക്കൊന്നും, ഒരു സ്പോർട്സ് ബൈക്കുകൾക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 2007 പൾസർ 220 ലോഞ്ച് ചെയ്യുന്നത്. 220F എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയറിങ് എന്നാണ് അർത്ഥം, നമുക്കെല്ലാം അറിയാമല്ലോ. പക്ഷേ അതിന് മറ്റൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ഒളിഞ്ഞ് കിടപ്പുന്നുണ്ട്. F എന്ന് ഉദ്ദേശിക്കുന്നത് ഫോക്സ്, കുറുക്കൻ എന്ന ഒരു ഇതും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് മൃഗങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹീറോ ഹോണ്ട ഹങ്ക് നമുക്കെല്ലാവർക്കും അറിയാം. കാളയുടെ ഒരു ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആഡ് തന്നെ അവർ പരസ്യമായിട്ട് അങ്ങനെ ആഡ് തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു കാളയായിട്ടാണ്. വണ്ടി കണ്ടാൽ തന്നെ ഒരു കാളയുടെ ഡിസൈനാണ്. ഇതിൻ്റെ F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്സ്, അതായത് ഏകദേശം ഒരു കുറുക്കൻ്റെ രൂപസാദൃശ്യം ഉള്ള പോലെയാണ് ഇതിൻ്റെ ബോഡി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കറക്റ്റ് എയറോഡൈനാമിക്സ്, അധികം മസ്കുലർ അല്ലാത്ത നല്ല രീതിയിൽ എയറോഡൈനാമിക്സ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ 2 മിറർസ് ഇങ്ങനെ മടക്കി വെച്ച് പാർക്ക് ലൈറ്റ് വിട്ട് ഹെഡ്ലൈറ്റ് വിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അറ്റത്ത് നോക്കാൻ നേരത്തെ ഒരു കുറുക്കനെ പോലെ നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മൈലേജ് എനിക്ക് അറൗണ്ട് എങ്ങനെ വന്നാലും ഒരു 50-നടുത്ത് മൈലേജ് എനിക്കിതിൽ കിട്ടുന്നുണ്ട്. ചില ഹൈവേയിലൊക്കെ പോകാൻ നേരത്തെ 50-ൽ മുകളിൽ മൈലേജും എനിക്ക് കിട്ടുന്നുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ എൻജിൻ കോമ്പോണൻസ്, അതായത് ടൈമിംഗ് ചെയിൻ, ടെൻഷനർ, ചെയിൻ സ്പോക്കറ്റ്, ഇതൊക്കെ കറക്റ്റ് സമയത്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ്റെ ഉള്ളിൽ നിന്നുള്ള നോയ്സും ആ ഒരു ട്രബിളും പിന്നെ പവർ ഡ്രോപ്പും മൈലേജ് ഡ്രോപ്പൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.